അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി അവർ തള്ളുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം കേൾപ്പിക്കുന്നു, തള്ളിയത് ഞാൻ പിന്നെ വായിക്കുന്നു. വെച്ചുകൊടുത്താട്ടെ. നിങ്ങൾ പറയുന്നില്ലേ മുജാഹിദുകൾ അതാ ശൈഖ് ജീലാനിയെ കുറ്റപ്പെടുത്തുകയാണെന്ന്? അല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. ജീലാനിയുടെ പേരിൽ അപരാധങ്ങൾ കെട്ടിച്ചമച്ചവരെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ കേൾക്കണോ, മുജാഹിദിന്റെ അൽമനാറാണിത്. 1980 ജൂലൈ. നിഷേധിക്കാൻ കഴിയോ മൗലൈമാരെ? നിങ്ങൾ എന്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ അൽമനാറിൽ പറഞ്ഞ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കുകയും ചെയ്യാം. കേട്ടോളൂ. ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും കലകളും ബഗ്ദാദിലേക്ക് ഒഴുകുന്ന കാലമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്നും പല വിജ്ഞാനങ്ങളും തത്വശാസ്ത്രങ്ങളും അക്കൂട്ടത്തിൽ ഒലിച്ചു വന്നതിൽ വഹദത്തുൽ വജൂദ്, അദ്വൈതം, ശൈഖ് അബ്ദുൽ ഖാദിറിനെ വല്ലാതെ ആകർഷിച്ചു. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ്, ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു.